പറയ്, എന്തേലും പറയ്. ഡോക്ടറാണോ? എല്ലാ ദിവസവും കക്കനെ വെറുതെ കുടിക്കണ്ട. കുടിക്കണ്ട. കാലത്ത് തുടങ്ങി കഴിക്കാനും വെറുതെ കുടിക്കണ്ട. മറ്റന്ന് കുടിച്ചാൽ മതി. മറ്റന്ന് പാലൊഴിച്ച് കുടിക്കാൻ മതി. പാൽവെള്ളം ഒന്നും കുടിക്കാൻ പാടില്ല. പാലായിട്ട് കുടിച്ചാൽ മതി. 6 ദിവസത്തിന് വേണം. 6 ദിവസം. പിന്നെ വീട്ടിൽ പോകാം. ഇഞ്ചക്ഷൻ ഉണ്ടോ ഡോക്ടർ? 3 ദിവസം കിടക്കണം. നാളെ വിടും. 3 ദിവസം കിടന്നിട്ട് വിടും അല്ലേ? 3 ദിവസം കിടക്കുമ്പോ ഇഞ്ചക്ഷൻ എടുക്കുമോ? ഡോക്ടർ വീട്ടിൽ പോവോ? അപ്പൊ വീട്ടിൽ പോകണ്ട് നാളെ വിടും. ഓക്കെ. പിന്നെ നാളെ മനം 1 ദിവസം കൊണ്ട് വേണം. 1 ദിവസം വേണം. 2 ദിവസം വേണം. ഇത്രയും ദിവസം മതി. ശരി. ബാക്കി നാളെ ഏതൊക്കെ മരുന്നാ കഴിക്കണ്ടേ? മരുന്ന് മുല്ലപ്പൂ ഒന്നും തിന്നണ്ട. മുല്ലപ്പൂ കടിക്കാൻ പാടില്ല. അപ്പൊ കക്കന മരുന്ന് ഡോക്ടർ തന്ന മരുന്ന് വേറെ ഡോക്ടർ തന്നത്, പിന്നെ വേറെ ഡോക്ടർ തന്നത് അതൊക്കെ കുടിച്ചിട്ട് ചുമ മാറിക്കൊള്ളും. 6 ദിവസത്തേക്കുണ്ട്. 6 ദിവസത്തേക്കല്ലേ? ഈ മരുന്ന് കഴിച്ച് ഞാൻ ചത്തുവോ? ചത്തുപോവാനല്ല പറഞ്ഞേ. മരുന്ന് കുടിച്ചാൽ ചത്തുപോവില്ല. ഡാഡി ചത്തുപോയി കഴിഞ്ഞാൽ ഒരു ഡാഡി ഉള്ളൂട്ടോ നിനക്ക്. നീ ആവശ്യമില്ലാത്ത മരുന്നൊക്കെ കുറിച്ച് തരരുത്. കാര്യം നീ ഡോക്ടറൊക്കെയാണ്, പക്ഷെ മരുന്ന് സൂക്ഷിച്ചിട്ട് ഡാഡിക്ക് കുറിച്ച് തരാം. കക്കണ മരുന്ന് കുടിക്കണോ ഡാഡി? മറ്റന്നാ കഴിക്കണം. ഇന്ന് കഴിക്കണ്ട. ഇറച്ചി തിന്നാമോ? പുഴയിൽ ഇറങ്ങാൻ പാടില്ല. ഓഹോ. കൂടെ എന്റെ വൈഫുണ്ട്, ഭാര്യയുണ്ട്. ഭാര്യ എന്റെ മൂത്ത മകനുണ്ട്. പേര് ആരോമല്. രുദ്ര എന്ന് പറഞ്ഞ കൊച്ചെനിക്കില്ല. രുദ്ര അതിന് കേട്ടിട്ട് പോലുമില്ല. ഓ അങ്ങനെ പറയല്ലേന്ന് പറഞ്ഞ ശരിയാണ്. എനിക്ക് രുദ്ര എന്ന് പറഞ്ഞ കൊച്ചില്ല. നീ രുദ്രയാണോ? അപ്പൊ ഡോക്ടറല്ലേ? അതാ എന്തൊരു പേരാ? ഡെമിസ്റ്റിയാ? എന്തൊരു പേരാ? ഞാൻ കേട്ടിട്ടല്ല. നീ ഏത് രാജ്യത്താ ജനിച്ച? ഉഗാണ്ടയിലാണോ? എവിടെയാ? അയ്യമ്പുഴയാ? അയ്യമ്പുഴയിൽ എവിടെ? ഞാൻ അറിയണ സ്ഥലമുള്ള ഇത് ഞാൻ അറിയണതല്ല. ഡോക്ടറെ വീട് എവിടെ? അയ്യമ്പുഴയിൽ എവിടെയാ? കപ്പോളയുടെ അടുത്താണോ? അവിടെ പോണോ? മാഡത്തിന്റെ ഭർത്താവിന്റെ പേരെന്താ? നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താ? ബിബിൻ. അപ്പൊ ബിജുവിനെ വിട്ടോ? ബിജുവിനെ വിട്ടു. അപ്പൊ മറ്റേ പുള്ളിയോ? സുഗീതൻ. അപ്പൊ എത്ര ഭർത്താവ് വേണം നമുക്ക്? 2 ഭർത്താവ് വേണോ നമുക്ക്? അതിനത് ബൈക്ക് ഓടിക്കാൻ ഒരു ഭർത്താവ്, പിന്നെ വീട്ടിലൊരു വേറെ ഭർത്താവോ?
എന്തുട്ടി ഈ പെണ്ണ് പറയണേ? അനീത്തിയുടെ അടുത്താണ് ഭർത്താവ്, നിന്റെ ഭർത്താവ്? എന്നിട്ട് അനീത്തി അത് ശരി. അപ്പൊ നീ വേറെ കൊച്ചിന്റെ അച്ഛനെയാണ് കെട്ടിക്കണല്ലേ? ഈ അച്ഛനെ കെട്ടണ്ട. പിന്നെ എന്നൊന്നും കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ കെട്ടണ്ട, എന്നെ കെട്ടണ്ട. അങ്ങനെ കെട്ടണില്ല. ഡോണ്ടു 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 ഡോണ്ടു. ഡാഡിനെ കെട്ടണോ? ഡാഡിനെ കെട്ടണ. ഞാൻ പിജൂരൊക്കെ കെട്ടിയാ മതി. എന്നെ കെട്ടണ്ട, എന്നെ കെട്ടണ്ട.